ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. 572 ഐലൻഡുകളാണ് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിലുള്ളത്. അതിൽ വളരെ കുറച്ച് ഐലൻഡ്സിൽ മാത്രമാണ് ആൾ താമസമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏരിയ വരുന്നത് ഏകദേശം 8250 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ട്രോപ്പിക് ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. ടൂറിസവും ഫിഷിങ്ങും അഗ്രികൾച്ചറുമാണ് ഇവിടുത്തെ മെയിൻ റവന്യൂ സോഴ്സസ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് സെൻറ്റിനെൻ്റൽ ഐലൻഡ്, നോർത്ത് സെൻറ്റിനെൻ്റൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണെന്ന് കാണാം. അതായത് ഇവർക്ക് നമ്മളുമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള ടച്ചുമില്ല അല്ലെങ്കിൽ കോണ്ടാക്റ്റും ഇല്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കൾച്ചറിനെയും അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തെയും അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതിനൊരു 3 മൈൽ ബഫർ സോണിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്നതിനും അവിടെ ട്രാവൽ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് യൂട്യൂബ് വീഡിയോസും നോർത്ത് സെൻറ്റിനൽ ഐലൻഡിനെ പറ്റിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഐലൻഡ് ഗ്രൂപ്പിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത് പോർട്ട് ബ്ലെയറിനെയാണ്. ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള ആർക്കിബാൾഡ് ബ്ലെയറിൻ്റെ പേരിൽ 1858 ബ്രിട്ടീഷുകാർ തുടങ്ങിയ ഒരു പോർട്ടായിട്ട് അറിയപ്പെടുന്നതാണ് ഈ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത്. ഇതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. കാരണം ഇതിൻ്റെ യൂണിയൻ ടെറിട്ടറി ആണ് നമ്മൾ പറഞ്ഞു. ഇതൊരു മേജർ എക്കണോമിക് ഹബ്ബ് കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് എൻഡ് ആണ് ഈ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിൻ്റെയും കൂടെ സദേൺ മോസ്റ്റ് എൻഡ് ആണ് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത്. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരാണ് ഇന്ദിരാ പോയിന്റിന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ് ഈ ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ഏക ആക്റ്റീവ് വോൾക്കാനമാണ് ഈ ബാരൻ ഐലൻഡ് വോൾക്കാൻ എന്ന് പറയുന്നത്. ആൻഡമാൻ സീയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പോർട്ട് ബ്ലെയറിൽ നിന്ന്, ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പോർട്ട് ബ്ലെയറിൽ നിന്ന് 135 കിലോമീറ്റർ മാറിയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഐലൻഡിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വോൾക്കാനോയുടെ ആദ്യത്തെ ഇറപ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നത് 1787 ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി 2017 റെക്കോർഡ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. കാലാപാനി എന്നുകൂടി ഇതിനറിയപ്പെടാറുണ്ട്. 1893 ബ്രിട്ടീഷുകാരെ പോർട്ട് ബ്ലെയറിൽ സ്ഥാപിച്ച ഒരു ജയിലാണ് ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. ഏകദേശം 694 സെല്ലുകളാണ് ഇതിലുള്ളത്. ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളെ തടവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ തടവുകാരായിട്ട് അവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി, ഒറ്റപ്പെടുത്തി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സെല്ലുലാർ ജയിൽ അവരെ സ്ഥാപിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ക്രൂരതകൾക്ക് അവിടെയുള്ള ആളുകൾ ഇരയായിട്ടുണ്ടെന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.